പോലീസ് അസോസിയേഷൻ പുനഃസംഘടനയിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് 3 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് ഇത്. എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ സ്റ്റേ ഉത്തരവ്? കോടതി ഇക്കാര്യത്തിൽ വിശദമായ വാദം തന്നെ കേട്ടിട്ടുണ്ട് സൈഫു. 3 ആഴ്ചത്തേക്കാണ് ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ചോദ്യങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിനാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. പോലീസിന്റെ സംഘടനാ സംവിധാനം 3 തലത്തിൽ നിന്ന് 2 തലത്തിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇതിന്റെ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവാണ്. KPAയുടെ ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് തീരുമാനം എടുത്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തടയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ആസ്തി വിഭജനത്തിന്റെ അനുപാതം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം എന്താണ്? DGPയുടെ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്? അങ്ങനെ 2-3 എന്നുള്ള ഘടന 2 വിഭജിക്കാനുള്ള കാരണം എന്താണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ചോദിക്കുകയുണ്ടായി. അങ്ങനെയാണ് 3 ആഴ്ചത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഹൈക്കോടതി വിശദമായി ഇതിനകത്ത് വാദം കേൾക്കും. പോലീസ് അസോസിയേഷൻ പുനഃസംഘടനയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് 3 ആഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകുന്നു. സൈഫ്, ഇതിന് ഇനി സർക്കാർ ഇതിനകത്ത് അപ്പീൽ പോകാൻ സാധ്യതയുണ്ടോ? ഇതിപ്പോൾ ഒരു വലിയ നിയമ പോരാട്ടമായി മാറുകയാണോ? അതിനകത്തൊരു നിയമ പോരാട്ടത്തിന്റെ തുടർ നടപടികളിലേക്ക് പോകുമെന്ന് അറിയില്ല. എന്തായാലും ആഭ്യന്തര വകുപ്പിനോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് നോട്ടീസ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പ് അതിനകത്ത് മറുപടി നൽകണം. മറുപടി നൽകിയ ശേഷം മാത്രമേ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇതൊരു അന്തിമ വിധിയല്ല, ഇടക്കാല ഉത്തരവാണ്. ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്പീൽ പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് നിലവിൽ നമ്മൾ കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അപ്പീലിലേക്ക് പോകില്ല. അതിനകത്ത് അന്തിമ വിധി വന്ന ശേഷമായിരിക്കും അതിനകത്ത് എന്ത് തീരുമാനം വേണം എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അവർ പോലീസിന്റെ സംഘടനാ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, ഒരു സംഘടനാ പുനഃക്രമീകരണം വരുത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് പുതിയ സർക്കാർ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് എടുത്തത്. പ്രതിപക്ഷമടക്കം ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. അത് ഈ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ശരിയല്ല, അത് പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് KPA ഒരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഹൈക്കോടതിയിനകത്ത് വിശദമായ വാദം കേൾക്കുന്നുണ്ട്. വാദം കേട്ട ശേഷമാണ് ഈ വിഷയത്തിൽ അത് സ്റ്റേ ചെയ്യാം, പിന്നീട് വിശദമായ വാദം കേട്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാം. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടതില്ല, അത് 3 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യാം എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിൽ അവർ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മറുപടി നൽകുകയും ചെയ്യും.